ഹലോ സ്റ്റുഡൻസ്, ഇത് പ്രോഡക്റ്റ് ഫോമുലയിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇതിൽ നമ്മൾ പ്രോഡക്റ്റ് ഫോമുല വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. അതിലൊരു പ്രോബ്ലമാണ് എഴുതിയിരിക്കുന്നത് കോസ് 3a മൈനസ് കോസ് എ, അതായത് കോസ് സി മൈനസ് കോസ് ഡി. അതിൻ്റെ ഫോമുല നമുക്കറിയാം, ആ ഫോമുല എഴുതണം. അതുപോലെ സൈൻ എ മൈനസ് സൈൻ 3a എന്ന് പറഞ്ഞാൽ സൈൻ സി മൈനസ് സൈൻ ഡി ആണ്. അതിൻ്റെ ഫോമുലയും നമുക്കറിയാം. അപ്പം ഫോമുലയുടെ ആപ്ലിക്കേഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. കോസ് സി മൈനസ് കോസ് ഡിയുടെ ഫോമുല അപ്ലൈ ചെയ്യണം. കോസ് സി മൈനസ് കോസ് ഡിയുടെ ഫോമുല എന്ന് പറയുന്നത് -2 സൈൻ സി പ്ലസ് ഡി ബൈ 2. സി പ്ലസ് ഡി എന്ന് പറയുന്നത് 3a പ്ലസ് എ ബൈ 2 ഇൻറ്റു രണ്ട് സൈൻ തന്നെ വരുന്നത്. കോസ് സി മൈനസ് കോസ് ഡി വരുമ്പോൾ രണ്ട് സൈൻ ആണ്. അപ്പോൾ -2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു സൈൻ സി മൈനസ് ഡി ബൈ 2. സൈൻ സി മൈനസ് ഡി 3a മൈനസ് എ ബൈ 2 ഡിവൈഡഡ് ബൈ, ഇവിടെ സൈൻ സി മൈനസ് സൈൻ ഡി ആണ്. സൈൻ സി മൈനസ് സൈൻ ഡിയുടെ ഫോമുല 2 കോസ് സി പ്ലസ് ഡി ബൈ 2. ആദ്യം 2 കോസ് സി പ്ലസ് ഡി എ പ്ലസ് 3a ബൈ 2. അടുത്തത് സൈൻ ആണ് വരുന്നത്. സൈൻ എ മൈനസ് 3a ബൈ 2 ഇസ് ഈക്വൽ ടു ഈ 2ഉം ക്യാൻസൽ ആയിപ്പോ. ഇവിടെ 3a പ്ലസ് എ എന്ന് പറയുന്നത് 4a ആണ്. 4a ബൈ 2 2a. അപ്പോൾ ഇത് മൈനസ്, ഇതിവിടെ മൈനസ് ഉണ്ട്, മൈനസ് സൈൻ 2a എന്ന് വരും. ഇൻറ്റു ഇത് 3a മൈനസ് എ. 3a മൈനസ് എ എന്ന് പറഞ്ഞാൽ 2a ആണ്. 2a ബൈ 2a എന്ന് വരും. അപ്പോൾ സൈൻ എ എന്ന് വരും. ഡിവൈഡഡ് ബൈ കോസ് എ പ്ലസ് 3a ബൈ 2. എ പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 4a ആണ്. 4a ബൈ 2 എന്ന് പറയുന്നത് 2a ആണ്. അപ്പോൾ ഇത് കോസ് 2a എന്ന് വരും. ഇൻറ്റു ഇത് എ മൈനസ് 3a ആണ്. എ മൈനസ് 3a എന്ന് പറഞ്ഞാൽ മൈനസ് 2a. മൈനസ് 2a ബൈ 2 എന്ന് പറഞ്ഞാൽ മൈനസ് എ. അപ്പോൾ സൈൻ മൈനസ് എ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. എയിൽ നിന്നും 3a സബ്ട്രാക്ട് ചെയ്താൽ മൈനസ് 2a എന്ന് കിട്ടും. ആ മൈനസ് 2a 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൈനസ് എ എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു ഇത് സൈൻ 2a ബൈ കോസ് 2a ടാൻ 2a, ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് ടാൻ 2a ഇൻറ്റു ഇത് സൈൻ എ ആണ് ഡിവൈഡഡ് ബൈ സൈൻ മൈനസ് എ. സൈൻ മൈനസ് എ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എ, മൈനസ് സൈൻ എ. ഈ സൈനയും ക്യാൻസൽ ആവും. ഈ മൈനസും മൈനസും കൂടെ ചേരുമ്പോൾ പ്ലസ് ആവും. പിന്നെ ടാൻ 2a എന്ന് വരും ആൻസർ. ഇതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്. അടുത്ത പ്രോബ്ലം സൈൻ എ പ്ലസ് സൈൻ ബി എന്ന് പറഞ്ഞാൽ സൈൻ സി പ്ലസ് സൈൻ ഡി ഡിവൈഡഡ് ബൈ സൈൻ എ മൈനസ് സൈൻ ബി എന്ന് പറഞ്ഞാൽ സൈൻ സി മൈനസ് സൈൻ ഡി. ആൻസർ ടാൻ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോട്ട് എ മൈനസ് ബി ബൈ 2 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. ഇത് സൈൻ സി പ്ലസ് സൈൻ ഡി ആണ്. സൈൻ സി പ്ലസ് സൈൻ ഡി എന്ന് പറഞ്ഞാൽ 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. 2 സൈൻ സി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ എ പ്ലസ് ബി ആണ്. എ പ്ലസ് ബി ബൈ 2. 2 സൈൻ സി പ്ലസ് ഡി ബൈ 2, അതായത് എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. കോസ് സി മൈനസ് ഡി എ മൈനസ് ബി ബൈ 2 ഡിവൈഡഡ് ബൈ ഇത് സൈൻ സി മൈനസ് സൈൻ ഡി ആണ്. അത് 2 കോസ് സി പ്ലസ് ഡി ബൈ 2 എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു അടുത്തത് കോസ് കഴിഞ്ഞിട്ട് പിന്നെ സൈൻ വരും, സൈൻ എ മൈനസ് ബി ബൈ 2. അത് പ്രോഡക്റ്റ് ഫോമുല, രണ്ട് പ്രോഡക്റ്റ് ഫോമുലയും ഇവിടെ അപ്ലൈ ചെയ്തു. ആ പ്രോഡക്റ്റ് ഫോമുലയുടെ റിസൾട്ട് നമ്മൾ അറിയണം, കാണാതെ പഠിക്കണം.
എന്നാൽ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. ഈ 2 2 ക്യാൻസൽ ആയി പോവും. ഇത് സൈൻ എ പ്ലസ് ബി ബൈ 2, ഇത് കോസ് എ പ്ലസ് ബി ബൈ 2. സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ ടാൻ ആണ്. അപ്പോൾ ടാൻ എ പ്ലസ് ബി ബൈ 2 ഇവിടെ കോസ് എ മൈനസ് ബി ബൈ 2, ഇത് സൈൻ എ മൈനസ് ബി ബൈ 2. കോസ് ഡിവൈഡഡ് ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കോട്ടാണ്. അപ്പോൾ കോട്ട് എ മൈനസ് ബി ബൈ 2 is equal to right hand side. LHS is equal to RHS. അടുത്ത പ്രോബ്ലം ആണ് സൈൻ എ പ്ലസ് സൈൻ 3a പ്ലസ് സൈൻ 5. ഇവിടെ 3 സൈൻ ഫംഗ്ഷൻസ് മുകളിൽ വരികയാണ്, താഴെ 3 കോസ് ഫംഗ്ഷൻസും വരുന്നു. അപ്പം 3 കോസ് ഫംഗ്ഷൻസിൻ്റെ ഒരുമിച്ച് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. 2 സൈൻ ഫംഗ്ഷൻസിനെ ഒരുമിച്ച് ആഡ് ചെയ്യാം, 2 കോസ് ഫംഗ്ഷൻസിനെ ഒരുമിച്ച് ആഡ് ചെയ്യാം. അപ്പോൾ ഒന്നുകിൽ സൈൻ എ പ്ലസ് സൈൻ 3a ആഡ് ചെയ്യണം, അതിൻ്റെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ സൈൻ എ പ്ലസ് സൈൻ 5a എന്നെടുക്കണം, അല്ലെങ്കിൽ സൈൻ 3a പ്ലസ് സൈൻ 5a എന്നെടുക്കണം. അപ്പോൾ ടാൻ 3a ആൻസർ ആയിട്ട് കിട്ടണം. ടാൻ 3a എന്ന് പറഞ്ഞാൽ സൈൻ 3a ബൈ കോസ് 3a ആണ്. അപ്പോൾ ഇവിടെ ആ സൈൻ 3a നമ്മൾ ടച്ച് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതിന് പകരം സൈൻ 5aയും സൈൻ എയും തമ്മിൽ ആഡ് ചെയ്യുക. താഴെ കോസ് 5aയും കോസ് എയും തമ്മിൽ ആഡ് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ഈക്വൽ ടു സൈൻ 5a പ്ലസ് സൈൻ എ. ഈ സൈൻ എയും സൈൻ 5aയും തമ്മിൽ ആഡ് ചെയ്യുന്നു. പ്ലസ് സൈൻ എ പ്ലസ് സൈൻ 3a ഡിവൈഡഡ് ബൈ കോസ് 5aയും കോസ് എയും തമ്മിൽ ആഡ് ചെയ്യുന്നു. പ്ലസ് കോസ് 3a എന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഇനി ഇത് തമ്മിലുള്ള പ്രോഡക്റ്റ് റൂളാണ്. ഇത് 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 5a പ്ലസ് എ ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് എ ബൈ 2 കോസ് 5a മൈനസ് എ ബൈ 2 പ്ലസ് സൈൻ 3a ഡിവൈഡഡ് ബൈ ഇത് തമ്മിൽ ആഡ് ചെയ്യണം. കോസ് സി പ്ലസ് കോസ് ഡിയുടെ ഫോർമുല അപ്ലൈ ചെയ്യണം. 2 കോസ് സി പ്ലസ് ഡി ബൈ 2 2 കോസ് സി പ്ലസ് ഡി 5a പ്ലസ് എ ബൈ 2 വീണ്ടും കോസ് തന്നെ കോസ് 5a മൈനസ് എ ബൈ 2 പ്ലസ് കോസ് 3a ഇസ് ഈക്വൽ ടു 5a പ്ലസ് എ ബൈ 2 എന്ന് പറഞ്ഞാൽ 6a ബൈ 2 ആണ്. 6a ബൈ 2 എന്ന് പറഞ്ഞാൽ 3a. അപ്പോൾ ഇവിടെ സൈൻ 3 എന്ന് എഴുതാം. 2 സൈൻ 3a ഇൻറ്റു ഇത് 5a മൈനസ് എ 5a മൈനസ് എ 4a 4a ബൈ 2 ഇസ് 2a കോസ് 2a പ്ലസ് ഇത് സൈൻ 3a ഡിവൈഡഡ് ബൈ ഇത് 2 കോസ് 3a 5a പ്ലസ് എ ബൈ 2 ഇസ് 3a ഇത് കോസ് 2a പ്ലസ് കോസ് 3a. ഇവിടെ ഒരു സൈൻ 3a ഉണ്ട്, ഇവിടെ ഒരു സൈൻ 3a ഉണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലും സൈൻ 3a കോമൺ. അപ്പോൾ സൈൻ 3a പുറത്തെടുക്കാം. സൈൻ 3a ഇൻറ്റു ഒരു ബ്രാക്കറ്റ് ഇൻറ്റു ഞാൻ ബ്രാക്കറ്റ് കൊടുക്കണം. ഇവിടുത്തെ സൈൻ 3a പോയാൽ പിന്നെ 2 കോസ് 2a എന്ന് വരും. 2 കോസ് 2a ഇവിടുത്തെ സൈൻ 2a പോയാൽ പിന്നെ 1, അപ്പം പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു കോസ് 3aയും ഇവിടെ ഒരു കോസ് 3aയും കോസ് 3a കോമൺ. കോസ് 3a പുറത്തെടുത്തു ബ്രാക്കറ്റ് കോസ് 3a പോയാൽ പിന്നെ 2 കോസ് 2a പ്ലസ് 1 എന്ന് വരും. ഇവിടുത്തെ കോസ് 3a പോയാൽ പിന്നെ 1 ആണ്. ഇത് രണ്ടും സെയിം ആണ്. വെള്ളം താഴെയായിട്ട് കിടക്കുന്നത് ക്യാൻസൽ ആയിപ്പോൾ. സൈൻ 3a ബൈ കോസ് 3a എന്ന് പറഞ്ഞാൽ ടാൻ 3a. ഇതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്. ഇപ്പോൾ ഇത്രയും ചെയ്യാനുണ്ട്. പ്രോഡക്റ്റ് റൂളിൻ്റെ ആപ്ലിക്കേഷൻ ആണ്. പ്രോഡക്റ്റ് റൂൾ അറിഞ്ഞാലേ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അടുത്ത പ്രോബ്ലം കോസ് 80 പ്ലസ് കോസ് 40 മൈനസ് കോസ് 20. ഇവിടെ 3 കൊസൈൻ ഫംഗ്ഷൻസ് ആണുള്ളത്. അപ്പോൾ 2 കൊസൈൻ ഫംഗ്ഷൻസ് തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പം കോസ് 80യും കോസ് 40യും തമ്മിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ
കോസ് 80 മൈനസ് കോസ് 20 സിംപ്ലിഫൈ ചെയ്യാം, അല്ലെങ്കിൽ കോസ് 40 മൈനസ് കോസ് 20 സിംപ്ലിഫൈ ചെയ്യാം. ആൻസർ 0 എന്ന് കിട്ടണം. ഞാൻ എടുക്കാൻ പോകുന്നത് കോസ് 80 കോസ് 40 ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ഈക്വൽ ടു കോസ് സി പ്ലസ് കോസ് ഡി, 2 കോസ് സി പ്ലസ് ഡി ബൈ 2. 2 cos c plus d by 2 into cos c minus d by 2. 2 cos c plus d by 2 into cos c minus d by 2 minus cos 20 is equal to 2 cos 80 plus 40 120 ആണ്, 120 by 2 60, 2 cos 60 into cos 80 മൈനസ് 40 എന്ന് പറഞ്ഞാൽ 40 ആണ്, 40 by 2 20, അപ്പോൾ cos 20 മൈനസ് cos 20. ഇവിടെ cos 60യുടെ വാല്യൂ നമുക്കറിയാം 1 by 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 1 by 2 ഇൻറ്റു cos 20 മൈനസ് cos 20. ഈ 2 2 ക്യാൻസൽ ആവും. പിന്നെ cos 20 മൈനസ് cos 20 0. ഇതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്. ഈ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഈ പ്രോബ്ലം. അപ്പോൾ നിങ്ങൾ പലതവണ ഇത് എഴുതി പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ തെറ്റിപ്പോകും. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 4 കൊസൈൻ ഫംഗ്ഷൻസ് ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 4 കൊസൈൻ ഫംഗ്ഷൻസ് ആണുള്ളത്. അതിൽ 2 കൊസൈൻ ഫംഗ്ഷൻസ് തമ്മിലേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഏറ്റവും വലിയ ഫംഗ്ഷൻ 17a. അപ്പോൾ cos 17a എടുക്കും ആദ്യം. അതിൻ്റെ കൂടെ ഏറ്റവും ചെറുതെടുക്കും cos 3a. അതൊരു ബ്രാക്കറ്റിലോട്ട് എഴുതും. അത് തമ്മിൽ ഒരുമിച്ച് എഴുതുന്നു. ഇത് റീഅറേഞ്ച്മെൻ്റ് ആണ്. പ്ലസ് അടുത്ത cos 9a പ്ലസ് cos 5a. അപ്പോൾ ഈ 2 വെച്ചിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. സെയിം സാധനം തന്നെ റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യും. cos c പ്ലസ് cos d is equal to 2 cos c plus d by 2, 17a plus 3a by 2 into cos 17a minus 3a by 2, c minus d by 2. (17a minus 3a by 2) plus cos c plus cos d, 2 cos c plus d by 2, 2 cos 9a plus 5a by 2, c plus d by 2 into c minus d by 2, cos 9a minus 5 by 2. അപ്പോൾ cos c plus cos d യുടെ ഫോർമുലയാണ് 2 തവണയും അപ്ലൈ ചെയ്തിരിക്കുന്നത്. 2 ഈ 2 ബ്രാക്കറ്റിലും അപ്ലൈ ചെയ്തിരിക്കുന്നത് cos c plus cos d, ഇതും cos c plus cos d. അപ്പോൾ ആ ഫോർമുല അറിഞ്ഞാലേ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് 2 cos 17 plus 3 എന്ന് പറഞ്ഞാൽ 20 ആണ്. 20 by 2 10 ആണ്. അപ്പോൾ 2 cos 10 എന്ന് എഴുതാം. ഇൻറ്റു cos 17 minus 3 എന്ന് വരും. 17 minus 3 14 ആണ്. 14 by 2 7 ആണ്. അപ്പോൾ 7a പ്ലസ് 2 cos 9 plus 5 14 ആണ്. 14 by 2 7. അപ്പോൾ 2 cos 7a ഇൻറ്റു cos 9a minus 5a എന്ന് പറഞ്ഞാൽ 4a ആണ്. 4a by 2 2a ഇൻറ്റു 2a. ഓക്കെ, ഇനി ഇതിനകത്തുനിന്ന് കോമൺ ആയിട്ടുള്ളത് പുറത്തെടുക്കണം. 2 cos 7a, ഇവിടെ രണ്ടിടത്തും cos 7a ഉണ്ട്. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പം കോമൺ ആയിട്ട് വരുന്നത് 2 കോമൺ ആണ്, cos 7a കോമൺ ആണ്. അപ്പോൾ 2 cos 7a പുറത്തെടുക്കണം. അപ്പോൾ ഇവിടെ നിന്ന് 2 പോയി cos 7a പോയി കഴിഞ്ഞാൽ ബാക്കി cos 10a എന്ന് വരും. cos 10a പ്ലസ് ഇവിടെ നിന്ന് 2 പോയി cos 7a പോയി, പിന്നെ cos 2a. ഇവിടെ വീണ്ടും cos c പ്ലസ് cos d ആണ്. അപ്പോൾ cos c പ്ലസ് cos d യുടെ ഫോർമുല അപ്ലൈ ചെയ്യണം. 2 cos 7a അവിടെ ഉണ്ട് നേരത്തെ, ഇൻറ്റു 2 cos c പ്ലസ് d by 2
10a plus 2a by 2 into cos 10a minus 2a by 2 is equal to 2 into 2 4 cos 7a into 10a plus 2a 12a by 2 6a cos 6a into 10a minus 2a 8a by 2 4a cos 4a. cos 4 cos 7a into cos 6a into cos 4a. ഇതാണ് ഇത് തിരിച്ചെഴുതിയേക്കുന്നതേ ഉള്ളൂ, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പലതവണ എഴുതി പഠിക്കുക. ഈ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രോബ്ലമാണ്. ഇവിടെ 4 കൊസൈൻ ഫങ്ഷൻസ് ആണുള്ളത്. അതിൽ ഈ 2 കൊസൈൻ ഫങ്ഷൻസ് വെച്ച് നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. അതിനാദ്യം cos 7 pi by 8 എടുക്കും. cos 7 pi by 8 പ്ലസ് cos pi by 8, അത് രണ്ടും ഒരുമിച്ചെടുക്കുന്നു. cos 7 pi by 8 plus cos pi by 8 plus cos 5 pi by 8 plus cos 3 pi by 8. അപ്പോൾ 4 കൊസൈൻ ഫങ്ഷൻസ് തന്നതിനെ നമ്മൾ ഈ 2 വെച്ച് ഗ്രൂപ്പാക്കി. ഈ 2 വെച്ച് ഗ്രൂപ്പാക്കിയാൽ മാത്രമേ നമുക്ക് കോസ് സി പ്ലസ് കോസ് ഡി എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യാൻ കഴിയൂ. ഇനി നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. 2 കോസ് 7 pi by 8 plus pi by 8 by 2 c plus d by 2, അതാണ് 7 pi by 8 plus pi by 8 by 2 എന്ന് പറയുന്നത്. വീണ്ടും കോസ് 7 pi by 8 minus pi by 8 by 2 cos c minus d by 2 പ്ലസ് ഇത് വീണ്ടും 2 cos c plus d by 2 2 cos c plus d 5 pi by 8 plus 3 pi by 8 by 2 2 cos c plus d by 2 into cos c minus d by 2 cos 5 pi by 8 minus 3 pi by 8 by 2. ഓക്കെ, ഇത് ഇങ്ങനെ എഴുതുക. ഇതിന് മാർക്കുണ്ട്, 2 മാർക്ക് വരെ കിട്ടും, ഇത്ര എഴുതിയാൽ. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാം. 7 പൈയും 7 പൈ പ്ലസ് പൈ 8 പൈ നോക്കിക്കോണം. 7 പൈ പ്ലസ് 7 പൈ ബൈ 8 പ്ലസ് പൈ ബൈ 8 ഈസ് ഈക്വൽ ടു 7 പൈയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 8 പൈ. അപ്പോൾ 8 പൈ ബൈ 8 8 8 ക്യാൻസൽ ചെയ്താൽ പൈ എന്ന് വരും. അപ്പോൾ ഈ വാല്യൂ പൈ ആണ്. അപ്പോൾ 2 കോസ് പൈ ബൈ 2 എന്ന് വരും. ഇൻറ്റു അടുത്തത് 7 പൈ ബൈ 8 മൈനസ് പൈ ബൈ 8 7 മൈനസ് 1 എന്ന് വരും. അപ്പോൾ 6 പൈ ബൈ 8 കോസ് 6 പൈ ബൈ 8 ബൈ 2 പ്ലസ് 2 കോസ് ഇത് 5 പൈ ബൈ 8 പ്ലസ് 3 പൈ ബൈ 8 ആണ്. 5 പൈ ബൈ 8 പ്ലസ് 3 പൈ ബൈ 8 ഇസ് ഈക്വൽ ടു 5ഉം 3ഉം കൂടെ ആഡ് ചെയ്താൽ 8. അപ്പോൾ 8 പൈ ബൈ 8 8 ക്യാൻസൽ ചെയ്താൽ പൈ എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ മേളിൽ പൈ ആണ്. അപ്പോൾ പൈ ബൈ 2 എന്ന് എഴുതാം. 2 കോസ് പൈ ബൈ 2 ഇൻറ്റു കോസ് 5 പൈ മൈനസ് 3 പൈ അപ്പോൾ 2 പൈ എന്ന് വരും. 5 ന്ന് 3 പോയാൽ 2 2 പൈ ബൈ 8 ബൈ 2 ഇസ് ഈക്വൽ ടു ഇത് 0 ആണ്. കോസ് 90 0 ആണ്. അപ്പോൾ അത് 0 പ്ലസ് ഇവിടെ കോസ് 90 വരുന്നു, അതുകൊണ്ട് 0 ആവും. ഇസ് ഈക്വൽ ടു 0. കാരണം എന്താണ്? കോസ് പൈ ബൈ 2 കോസ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ കോസ് 90 ഡിഗ്രി. കോസ് 90 ഡിഗ്രി ഇസ് ഈക്വൽ ടു 0. ഇത് ഇമ്പോർട്ടൻ്റ് പ്രോബ്ലമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്നൊരു പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങൾ എഴുതി പഠിക്കുക. അടുത്ത പ്രോബ്ലം
സൈൻ തീറ്റ പ്ലസ് സൈൻ 3 തീറ്റ പ്ലസ് സൈൻ 5 തീറ്റ പ്ലസ് സൈൻ 7 തീറ്റ, അതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. 4 ട്രിഗണോമെട്രിക് സൈൻ ഫങ്ഷൻസ് ആണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. അതിനെ ഈ രണ്ട് വെച്ച് ഗ്രൂപ്പ് ചെയ്യണം. ഗ്രൂപ്പ് ചെയ്യേണ്ടത് സൈൻ 7 തീറ്റയും സൈൻ തീറ്റയും ഒരുമിച്ച് എഴുതണം, സൈൻ 5 തീറ്റയും സൈൻ 3 തീറ്റയും ഒരുമിച്ച് എഴുതണം. എന്നിട്ട് നിങ്ങൾ സൈൻ സി പ്ലസ് സൈൻ ഡി എന്നുള്ള പ്രോഡക്റ്റ് റൂള് അപ്ലൈ ചെയ്യണം. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടും. അപ്പോൾ ഇത് ഹോംവർക്കാണ്, നിങ്ങൾ ചെയ്ത് നോക്കുക.